ക്യാമറമാൻ്റെ ദൈവം ക്യാമറ ആലോചിച്ചപ്പോൾ ഞാൻ പറയുന്നു. അടുത്തായിട്ട് ഞങ്ങളൊരു നാടൻ ബിരിയാണി ഒരു നാടൻ സ്റ്റൈലിൽ വെക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇടുക. ആദ്യമായിട്ടിട്ടാണ് ഞങ്ങൾ ഈ വ്ളോഗിൽ. ആദ്യം തക്കാളി ഇട്ടു, പിന്നെ ഉള്ളി അരിഞ്ഞ് ചെറിയതാക്കി അരിഞ്ഞ് ഉള്ളി ഇട്ടു. ഇനിയാണ് ഞങ്ങൾ വീണ്ടും നീച്ചു. അടുത്ത ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അടുത്ത ഗരം മസാല, ബിരിയാണി മസാല അത് കുറച്ച് കൊടുക്കണം. ചെറിയ പരിപാടി, 2 കിലോ ബിരിയാണിൻ്റെ അളവുള്ളൂ കേട്ടോ. അടുത്തായിട്ട് മഞ്ഞപ്പൊടി, ഇനി കുറച്ച് മല്ലിപ്പൊടി, ഇനി കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച്, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇനി പാകത്തിന് കല്ലുപ്പ് ഉപയോഗിക്കുക, പൊടിയുപ്പ് ഉപയോഗിക്കുക. കല്ലുപ്പിട്ട് ഒന്നുകൂടി പുളിപ്പൊക്കെ ഉണ്ടാകും, ബിരിയാണിക്കൊന്ന് ടേസ്റ്റ് കൂടും. ഇത് ഏത് കമ്പനിയാണെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നമുക്ക് ഉപയോഗിക്കണ്ട, നല്ല കമ്പനി ഇടാൻ ശ്രമിക്കുക. ചിക്കൻ പൊരിച്ചത് മൊത്തത്തിൽ തട്ടിക്കണം, ഒരു ഹാഫായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക. പിന്നെ തൈരിൻ്റെ പാക്കറ്റ് എടുക്കണുള്ളൂ, പൊട്ടിച്ചിട്ടില്ല. ഇനി കുറേശ്ശെ തൈരും ഇങ്ങനെ വയ്ക്കണം. തൈര് ഒഴിച്ച് വരും. നമ്മളെ ഇംഗ്ലീഷിൽ ലെമൺ, നാടൻ നാരങ്ങ, നമ്മളെ ടെറസിലുണ്ടായ നാരങ്ങ, അത് മുറിച്ച് ആ കുരു കളഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചാണ്ടുള്ള മക്കളെ. ഓക്കെ, മെല്ലെ കുറച്ച് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പിട്ട്, കരിവേപ്പിട്ടു, നമ്മൾ ഗരം മസാല ഇട്ടു. ബിരിയാണി മസാല അപ്പോൾ നന്നാക്കി 2 മിനിറ്റ് നന്നാക്കി ഇതേമാതിരി കുഴച്ചെടുക്കുക. ഇതിൻ്റെ എല്ലാം പാടൊന്ന് ടച്ച് ചെയ്ത് വരുമ്പോൾ എല്ലാം സെറ്റാക്കി ഇതേമാതിരി നല്ല കറക്റ്റ് വെക്കുക. എന്നിട്ട് ഒരു കഷ്ണമായി എടുത്തിട്ട് ഇങ്ങനെ ഈ കയ്യിലോട്ട് പിഴിഞ്ഞിട്ട് വാ, ഇനി ബിരിയാണി ആക്കിയിട്ട് അങ്ങനത്തെ വെക്കും. ഇനി ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്തത് ഒരു ഇലയൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളിവിടെ വെക്കും. ഒരു 5 മിനിറ്റ് വെച്ച് അരിയൊക്കെ വേറുമ്പോൾ ഇതിനെ മുകളിൽ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ട് നോക്കട്ടെ. അയ്യോ കാറ്റക്കണം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ്, ഇതൊരു ഇങ്ങനെ പൊടി എടുക്കുക, ആ വെള്ളത്തിനനുസരിച്ച് ഇത് കിട്ടോ. ഒരു രസം കൂടി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി നോക്കിയിട്ട് നമുക്ക് നോക്കാം. സെറ്റാട്ടെ. ചെറുതായിട്ട് ഇളക്കി അതിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് വരണം, ഉപ്പിൻ്റെ. അതാണ് കല്ലുപ്പിട്ട നല്ല പുളിപ്പുണ്ടാവും. നല്ല തിളച്ചാൽ ധൈര്യമുള്ള പോരാ. ഓക്കെ, കുറച്ച് കൂടെ. ഓക്കെ, ക്യാരറ്റ് കാണാൻ രസത്തിന് വേണ്ടി കുറച്ച് ക്യാരറ്റ് ഇടും. തിളക്കട്ടെ ഉഷാറായിട്ട്. തിളച്ചിട്ട് ഇപ്പോൾ തിളച്ച് ഇനി ഇതൊക്കെ നല്ല അരി കഴുകിയത് ഊറ്റി വെക്കുക. തുള്ളി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ചെമ്പ കാൽമക്ക് മരണം നോക്കണേ. ആദ്യം ഉണ്ടാക്കണവരൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേ, മറിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ എത്തും, അവിടെ എടുക്കൂല. ഇനി നടക്കുക.
ഇനി കുറച്ച് നേരം അവിടെ വെക്കുക, മൂടി വെക്കുക. ഫസ്റ്റ് ഊറ്റാട്ടോ, കോഴി ബിരിയാണിക്കാണ് നമ്മൾ ഊറ്റുന്നത്. ഇനി ഒന്ന് കുറച്ച് കൊട്ടുക. കുറച്ച് അണ്ടി മതി, കുറച്ച് അണ്ടി മതി. മുളക് കുറച്ചും കൂടി ഇടാം. ഇനി ചെറുതായിട്ടൊന്ന് പറ്റി കൊടുക്കുക, അമർത്തി മെല്ലെ ചെയ്യും. അതിൻ്റെ മുളക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി പൊരിച്ച് അതിൻ്റെ മുളക് കുറച്ചും കൂടി. ഇവിടെ നാട്ടിക്കുള്ളല്ലോ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞിട്ട് ഇങ്ങനത്തെ സംഭവം തന്നെ എൻ്റെ മനസ്സിലില്ല. ഇന്ന് ബിരിയാണി ഒക്കെ തിന്നിട്ട് ഇവിടെ നിന്ന് എല്ലാവരും പോകും, എവിടെയുണ്ടാവും, എല്ലാവരും വിരുന്നൊക്കെയാണ്. പിന്നെ അവിടെ ഉപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്നെല്ലാവരും കൂടിയ അവസ്ഥയാണ്. അപ്പം നമ്മളെ ദമ്മിടല്ല പരിപാടി നോക്കുക കഴിഞ്ഞില്ലേ. ആർക്കേജിൻ്റെ നെയ്യോ, നല്ല നെയ്യ് കുറച്ച് വയ്ക്കും, കുറച്ച് വെച്ചാൽ മതി, ബാക്കി നമുക്ക് കുത്തുമ്പോൾ കുറച്ച് വയ്ക്കാം. അപ്പം ഇനി മൂല, നല്ല മൂല ചെറുതായിട്ട് തീയാക്കുക, ചെറുതായി തീയച്ച് മെല്ലെ അതിനെ മുകളിൽ വെക്കും. ഇതൊരു കനം ഭാഗം വേണ്ടി എന്തെങ്കിലും ഒന്ന് വെക്കാം. വേറെ കിടക്കാം, ഇവിടെ ഉള്ളത് വെക്കുക, നമ്മൾ കുത്തറിലാക്കുക. അത് വെച്ച് കുത്തിയാൽ ഇതൊക്കെ പൊട്ടും. നമ്മൾ 3/4 മണിക്കൂർ ദമ്മിട്ടു. അത് മെല്ലെ പൊക്കഴിഞ്ഞ് മെല്ലെ കൊണ്ട് ചെമ്പ് മെല്ലെ തിരിച്ചുക, വാങ്ങിയ ചെമ്പ് നമ്മളെ ഭയ കനം പോട്ടെ. നമ്മളെ ബിരിയാണി ഉണരുകയാണ്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് നാടൻ സ്റ്റൈലാണ്, ഇതിൽ ഫാഷനൊന്നും കേട്ടോ. ഇതിപ്പോൾ വരും, നമ്മളെ പിന്നെ മോളെ കുട്ടിയാണ് ഉണ്ടാവും. നമുക്ക് ബിരിയാണി തരുന്ന ഒരാൾ അല്ലേ, ഹായ് പറയടാ, ഹായ് പറയും, ഹായ് പറയും. നമ്മളെ പഴയ വായനൊക്കെ ഉണ്ടാവും, ഒക്കെ ഉടഞ്ഞ് നല്ല പുറത്ത് പോട്ടെ. ഇനി അടുത്ത നമ്മൾ 6 kg നെയ്യാണ്, അതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞു. ഇത് മതി, അധികം ഓവറാണ്, പാകത്തിന്. ഇനി മെല്ലെ ഒന്നിട്ടാണ് മിക്സ് ചെയ്ത് ഉണ്ടോ, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ റെഡി. അടുത്ത് ഇതൊന്ന് മസാല ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം.
കേക്ക് മനസ്സിലാണല്ലോ. അപ്പോൾ ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇപ്പം ഞങ്ങൾ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറയുള്ള ഓരോന്ന് ഇട്ട് നോക്കിയ സാമ്പിളാണ്. അത് വെറുതെ ഇട്ട് ലൈക്ക് ചെയ്തിട്ട് ഓക്കെ.